ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത് എൻ്റെ നാട്ടിലുള്ള ഉത്സവത്തിൻ്റെ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് തിറയാണ് കേട്ടോ. ഈ ഉത്സവത്തിൻ്റെ അന്ന് രാവിലെ തന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഞാൻ വന്നത് 11 മണിയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ഏകദേശ പരിപാടിയൊക്കെ എനിക്ക് മിസ്സായിട്ടുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ ഇളന്നിക്കൊല വരുന്നതാണ് കേട്ടോ. ഓരോ വീട്ടിൽ നിന്നും പറ വരില്ലേ, അതേപോലെ തന്നെ ഇളന്നിക്കൊലയാണ് ഇവിടേക്ക് വരിക. ഇളന്നിക്കൊലയും കൊടിയും ഒക്കെ കൊണ്ടുവരും. ആ പരിപാടിയാണിത്. അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഒരു പരിപാടി ഞാൻ എടുക്കാൻ മിസ്സായി. അന്നദാനമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വിളമ്പാനും നിന്നായിരുന്നു. ഒരു അണ്ടാവ് നിറയുള്ള കൂട്ടുകറി മൊത്തമായിട്ട് വിഴുങ്ങിയ പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം കൂട്ടുകറി വിളമ്പാൻ വേണ്ടി ഞാൻ നിന്നായിരുന്നു കേട്ടോ. അത് വിളമ്പി കഴിയുമ്പോഴേക്ക് എൻ്റെ തലയ്ക്കൊരു മത്ത് പിടിക്കലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയി കുളിച്ച് റെഡിയായി. ഒരു 8 മണിയാകുമ്പോഴേക്ക് വന്നു. അപ്പോഴേക്ക് താലപ്പൊലി എഴുന്നള്ളത്തൊക്കെ വന്നായിരുന്നു. അതിൻ്റെ കൂടെയാണ് ഈ നട്ടത്തറ ഉണ്ടാവുക. ഈ തെറ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഫസ്റ്റ് തെറയായിട്ടുള്ള നട്ടത്തറ ഉണ്ടാവും. ആ ഒരു മഞ്ഞ കളറുള്ളതും കുരുത്തോലാണ്ടുള്ളതാണ് കലശം. ഇത് നിങ്ങളുടെ നാട്ടിലുണ്ടോ എനിക്കറിയില്ല. നമ്മളെ നാട്ടിൽ ഇങ്ങനത്തെ 3 കലശം ഉണ്ടാവും. പൂക്കലശവും കുരുത്തോല കലശവും പിന്നെ ചെറിയ പിള്ളേരെടുക്കുന്ന കിണ്ടി കലശവും ഉണ്ടാവും. അങ്ങനെയാണ് പറയാന്നാണ് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് കണലാട്ടം ഉണ്ടാവും. ഇതാണ് കണലാട്ടം. ഇതാണ് നട്ടത്തറ. ഇതിൻ്റെ ഇടയിൽ കൂടെ വെടിക്കെട്ടും ഉണ്ടായിരുന്നു. വെടിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു വെടിക്കെട്ട്, അല്ലാതെ വലുതായിട്ടൊന്നുമില്ല. ഈ തൃശ്ശൂർ പൂരം പോലെ ഒന്നുമല്ല. അത്രയൊന്നും അങ്ങനെ ഇമാജിനേഷൻ ചെയ്തു പോകണ്ട, ഒരു ചെറിയ വെടിക്കെട്ട്. പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ പേര് പറയാൻ മറന്നുപോയി. പുതിയകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം പാലങ്ങാട്, അതായത് നരിക്കുനീൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ ഈ അമ്പലം വരുന്നത്. ഈ നട്ടത്തറ കഴിഞ്ഞ ഉടനെ തന്നെ ഗുളികൻ്റെ വെള്ളാട്ടായിരുന്നു. അതിൻ്റെ വേറെ ഫുട്ടേജ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെ നാഗാളിൻ്റെ വെള്ളാട്ടായിരുന്നു. നാഗാളി തെറയും നാഗാളിൻ്റെ വെള്ളാട്ടും അതേപോലെ തന്നെ ഗുളികൻ തെറയും ഗുളികൻ്റെ വെള്ളാട്ടും വേറെ തന്നെ ഉണ്ട്. ഇത് നാഗാളിയുടെ വെള്ളാട്ടാണ്. അത് രാത്രി ഒരു 12 മണി ആ ടൈമിലാണ് ഉണ്ടാവുക. നാഗാളിത്തറ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീട്ടിലോട്ട് പോയി. കാരണം കുറച്ചൊന്ന് കിടന്നുറങ്ങണമല്ലോ. ഒരു 2 മണിക്കൂർ ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങിയിട്ട് 4 മണിയായപ്പോൾ ഞാൻ തിരിച്ചു വന്നു. അതിനിടയിലുണ്ടായിരുന്ന കരിയാത്തൻ തെറയും തായം വകയും എനിക്ക് മിസ്സായി. ഇത് അമ്പലത്തിലോട്ടുള്ള വഴിയാണ് കേട്ടോ. ഇത് 4 മണിക്ക് വരുന്നതുകൊണ്ടാണ് ഒട്ടും ആൾക്കാരില്ലാത്തത്. ഇത് കരിയാത്തൻ തെറേൻ്റെ അവസാനമായിരുന്നു. കരിയാത്തൻ തെറ കാണാൻ നല്ല രസമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുവരെ അത് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, കാരണം എൻ്റെ ഉറക്കം അതിന് അനുവദിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഗുളികൻ തെറയായിരുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ 4 മണിക്ക് അത്രയും ഉറക്കപ്രാന്തിയായിട്ട് ഞാൻ എഴുന്നേറ്റ് വന്നത്. ഈ ഗുളികൻ തെറ കാണാൻ നല്ല രസമാണ്. ഇതിന്റെ കൂടെ ഒരു കാലനും കൂടെ ഉണ്ടാവും. ഇതാണ് കാലൻ. ഈ കാലനെക്കുറിച്ചും ഗുളികനെക്കുറിച്ചും ഒന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല കേട്ടോ, ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നൊന്നും. പക്ഷേ ഈ ഒരു കാലൻ കോഴീനെ കൊണ്ടുവരുമ്പോൾ ഈ കോഴീനെ ഈ ഗുളികൻ പിടിക്കാൻ നോക്കുന്നു. അത് പിടിച്ചിട്ട് കടിച്ച് പറിച്ച് തിന്ന് അതിൻ്റെ കുടലുമാലയൊക്കെ പുറത്തിട്ടിട്ട് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. ആ ഭാഗമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് വയലൻസ് ആണല്ലോ. വയലൻസ് ഒട്ടും പറ്റത്തില്ല, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത്.
അങ്ങനെ ഇതോടുകൂടി കോഴിനെ പിടിക്കുകയും അതിനെ എടുത്തു കൊണ്ടുപോയിട്ട് ഉരളിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് അത് ആദ്യം പല്ലുകൊണ്ട് കടിക്കാൻ നോക്കും, പിന്നെ അത് കത്തി വെച്ചിട്ട് മുറിച്ചു കൊടുക്കും തോന്നുന്നു. അത് മുറിച്ച് അത് മൊത്തമായിട്ട് പിച്ചി ചീന്തിയിട്ട് അതിനകത്തുള്ള കൊടലുമാലയൊക്കെ പുറത്തെടുത്ത് അതിങ്ങനെ കഴിക്കും. ഇതിനകത്ത് പറഞ്ഞാൽ ഇനി വയലൻസ് കൊണ്ട് ഇത് റെസ്ട്രിക്റ്റ് ആവുമെന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിക്കുക. ഫുൾ വീഡിയോ ഞാൻ ഇതിനകത്ത് ഇടുന്നില്ല. ഇതോട് കൂടിയിട്ട് ഗുളികന്തറ തീരും. ഇതിനുശേഷം ഭഗവതിത്തറയാണ്. ചെറിയ ഭഗവതിയും വലിയ ഭഗവതിയും ഉണ്ട്. ഇത് ഭഗവതി ക്ഷേത്രമാണ്. ഈ ഭഗവതിത്തറയ്ക്ക് ചൂട്ടുതറ എന്നും കൂടെ പറയും. ഞാൻ മാത്രമാണോ പറയാന്ന് എനിക്കറിയത്തില്ല. കാരണം എന്താന്ന് വെച്ചാല് ഈ തെറ കളിക്കുന്ന സമയത്ത് ചൂട്ട് കത്തിച്ച് വെക്കും. അപ്പോൾ ഈ ചൂട്ട് കത്തിച്ച ആളുകളെ പിന്നാലെ ഈ ചൂട്ട് കെടുത്താൻ വേണ്ടിയിട്ട് ഈ തെറ ഓടും. ചെറുപ്പത്തിൽ എൻ്റെ ഫേവറേറ്റ് തറകളിൽ ഒന്നായിരുന്നു ഈ ചൂട്ടുതറ എന്ന് പറയുന്നത്. കാരണം ഇവർ ഓടുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എൻകറേജ് ചെയ്യായിരുന്നു, പെട്ടെന്നോട് തിറക്കി പിടികൊടുക്കരുത്, ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻകറേജ് ചെയ്യായിരുന്നു. ഞാനാണെങ്കിൽ അവിടെ കിടന്ന് ഞെരിപിരി കൊള്ളുന്നതും എൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കഥയായിരുന്നു. ഇതാണ് ഭഗവതി തെറ. ദേ ഇപ്പം കാണാം നിങ്ങൾക്ക് ചൂട്ടിൻ്റെ പിന്നാലെ ഈ തെറ ഓടുന്നതും ചൂട്ടും കൊണ്ടുവച്ച് ചേട്ടന്മാർ ഓടുന്നതും. കഴിഞ്ഞത് ഭഗവതിത്തറയാണ്. ഇത് കഴിഞ്ഞ ഉടനെ നാഗാളിത്തറയാണ്. ഈ തറയാണ് എനിക്ക് ഇപ്പോൾ പേഴ്സണലി ഫേവറേറ്റ് തറ. ഇത് കണ്ടില്ലെങ്കിൽ എനിക്ക് ഈ വർഷം കൊള്ളത്തില്ല എന്നാണ് ഞാൻ വിചാരിക്കുക. ഈ ഒരു തറ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഉത്സവം കാണുന്നതേ എന്ന് പറയാം. നാഗാളിത്തറ വലിയ കുരുത്തോല കൊണ്ടുണ്ടാക്കിയ ഒരു സാധനമുണ്ട്. അതിന് ഇവിടേക്ക് മുടി എന്നാണ് പറയുക. എന്താണ് കൃത്യം എന്ന് എനിക്കറിയത്തില്ല. മുടി എന്നാണ് പറയുക. അത് വെക്കും. ഈ മുടി ഫുള്ളായിട്ട് കാണുന്ന വീഡിയോ എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാനൊരു ഫോട്ടോ കൊടുക്കാം. അങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഈ തെറ കഴിഞ്ഞ ഉടനെ തന്നെ ഇവർ വാക്കെണ്ണാൻ വേണ്ടിയിട്ടിരിക്കും. അത് കഴിഞ്ഞ ഉടനെ ചെറിയ ഭഗവതീൻ്റെ തെറയായിരുന്നു. ഇതോടുകൂടി അവസാനിക്കും കേട്ടോ. ഇതും ചൂട്ടുതെറ പോലെ തന്നെ സെയിം അത് തന്നെയായിരുന്നു. ഇവർ ലാസ്റ്റ് ഇങ്ങനെ പുറത്തോട്ട് ഓടും. അപ്പോൾ അവരെ പിടിച്ചുകൊണ്ട് വരുന്നതാണ് കേട്ടോ. ഇതോടുകൂടി ഈ വർഷത്തെ തെറ അവസാനിച്ചു. കുടികൂട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ചടങ്ങും കൂടെ കഴിഞ്ഞാൽ തെറ കഴിഞ്ഞു. ഈ ചെണ്ട കൊട്ടുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. അപ്പം ഞാൻ വെറുതെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു. അച്ഛനെ നിങ്ങൾ ഇതിന് മുന്നത്തെ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. അച്ഛൻ ഇവിടുത്തെ വെളിച്ചപ്പാടാണ്. ഈ കുടികൂട്ടൽ കഴിഞ്ഞ് പിന്നെ ആരും അങ്ങനെ ഇവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ 7 ദിവസം കഴിഞ്ഞ് ശുദ്ധികലശം കഴിഞ്ഞിട്ട് പിന്നെയുള്ള പരിപാടികളൊക്കെ കാണുള്ളൂ. ഞാൻ ഈ വീഡിയോ എടുത്തത് വ്ളോഗാക്കി ഇടാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് കുറേ ഭാഗമൊന്നും ഇല്ല. അടുത്തൊരു അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ എല്ലാ ഭാഗവും എടുത്തിട്ട് ഒരു അടിപൊളി വ്ളോഗാക്കി ഇടാം. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഫുഡ് അടി ഉണ്ടായിരുന്നു. ഫുഡാണല്ലോ മെയിൻ. കപ്പയും ചിക്കനും ആയിരുന്നു. ഞങ്ങളുടെ ഈ അമ്പലത്തിലൊക്കെ കപ്പയും ചിക്കനും ഒക്കെ കിട്ടും. അപ്പോൾ അടുത്തൊരു വ്ളോഗായിട്ട് വരാം. ടാറ്റാ.